വീട്ടിലേക്ക് പോവാണേ, ക്ലാസ് ഉണ്ട്. ഓ പൊക്കോ പൊക്കോ, നമുക്കിനി ക്ലാസ് കഴിഞ്ഞിട്ട് കാണണമല്ലോ. എന്തുവാ ടിവിൻ മോനെ ഇടി വെട്ടിയ പോലെ നിൽക്കുന്നേ? എന്തുവാ അവളെ കണ്ടപ്പോൾ സ്പാർക്ക് അടിച്ചോ? ഏയ് ഒന്ന് പോയേടാ, നീ എന്തേ പറയുന്നേ? എനിക്കെന്തോ വല്ലാത്തൊരു തലവേദന പോലെ. ഞാനൊന്ന് കിടക്കട്ടെ, യാത്ര ചെയ്തതിൻ്റെ ആകും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനൊന്നും ചോദിക്കുന്നില്ല, നീ പോയി റെസ്റ്റ് എടുത്തോ. എടാ കെവിനെ, പാപ്പ വരുമ്പോൾ വിളിക്കണേ, ഞാൻ റൂമിൽ കാണും കേട്ടോ. ഇതെന്താ ഇത്? നീ ഇത്ര പെട്ടെന്ന് നീ പോന്നോ? അവനോട് നിനക്കൊന്ന് സംസാരിക്കാനില്ലേ? നീ അവനെ കണ്ടപ്പോഴേ ഇന്ന് ഓടിപ്പോന്നോ? നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടോ ജീവനോളെ? ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട് കാണും. കാത്തിരുന്നല്ലേ? അമ്മ പറഞ്ഞ പോലെ ഇഷ്ടാകാതിരിക്കാൻ എന്താ? എനിക്കിഷ്ടായി. മമ്മിയുടെയും പപ്പയുടെയും മോനല്ലേ, അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അവനെ കണ്ടതിന്റെ സന്തോഷമൊന്നും എന്റെ കൊച്ചിന്റെ മുഖത്തില്ലല്ലോ. എന്നെ പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തോ മോളെ? ഒന്നുമില്ല മമ്മി, പെട്ടെന്നൊരു തലവേദന പോലെ, എന്താണെന്നറിയാൻ പാടില്ല. തലവേദനയാണോ? മോളെ വിടേ, മമ്മി വല്ല മരുന്നുണ്ടോ നോക്കട്ടെ. നീ ഇവിടെ ഇരിക്കട്ടോ, കിടക്ക. മരുന്നൊന്നും വേണ്ട മമ്മി, ഞാനൊന്ന് ഉറങ്ങി എണീറ്റാ മാറാൻ പ്രശ്നമുള്ളൂ. ഞാനൊന്ന് കിടക്കട്ടെന്നാ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആയിരിക്കും മോളെ. എപ്പോഴും ആ ലാപ്ടോപ്പ് നോക്കി ഒരേ ഇരിപ്പില്ലയോ? ഇനിയിപ്പോൾ പേടിക്കണ്ട, കെട്ട് കഴിഞ്ഞ് ലണ്ടനിൽ പോയി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കോളേജിൽ പഠിക്കാമല്ലോ. എന്തായാലും മോളെ കിടക്ക, മമ്മി താഴോട്ട് പോവാം. ആ രണ്ടവന്മാര് താഴെ ഇരിക്കുമല്ലയോ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. ആട്ടെ മോളെ, അവൻ മോക്ക് എന്തെങ്കിലും തന്നായിരുന്നോ? ഗിഫ്റ്റ് വല്ലോ? തന്നു മമ്മി, ഈ ബാഗിലുണ്ടെന്ന് പറഞ്ഞു. ഗിഫ്റ്റ് തന്നല്ലേ? മോക്ക് അവനെ കണ്ടു പരിചയമുണ്ടോ? എവിടെയെങ്കിലും മോള് നേരത്തെ അവനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല മമ്മി, ഞാൻ ഇപ്പോഴാ കാണുന്നത്. അന്ന് ഫിലിപ്പ് ചാൾസിന്റെ കല്യാണത്തിന് മമ്മി എന്നെ കാണാൻ വിളിച്ചപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ആള് പോയിരുന്നു. ഞാൻ ഇപ്പോഴാ കാണുന്നത്, ഞാൻ കണ്ടിട്ടേ ഇല്ല നേരത്തെ. അന്ന് നീ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നായിരുന്നെങ്കിൽ ഇത്രയും ലേറ്റ് ആവേണ്ട കാര്യമില്ലായിരുന്നു. നീ ഇത്രയും കാത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. എന്നെ എപ്പോഴേ ഭംഗിക്ക് നടന്നേനെ. അവന്റെ കൂടെ ഉള്ളവനെ കണ്ടോ? അതാ ജൂണിച്ചാന്റെ ചേട്ടത്തിയുടെ മോന്. അവന് വന്ന് ഫിലിപ്പിന്റെ കല്യാണത്തിന് വന്നായിരുന്നു. നീ കാണാൻ വഴിയില്ല, കാരണം എന്റെ മോനെ പോലും കണ്ടില്ലല്ലോ, പിന്നെ ഇനി അവനെ. എന്റെ ജിയേ, നീ മമ്മിയോട് ഇപ്പഴെങ്കിലും പറയുന്നോർത്തല്ലോ. ഇടി കള്ളി, ജോണിച്ചൻ ഇങ്ങോട്ട് വരട്ടെ, രണ്ടെണ്ണത്തിന്റെയും കല്യാണം ഇന്ന് ഉറപ്പിക്കുക. ഇടി അഭിനേത്രി, അവനെ നീ കണ്ടിട്ടില്ലെന്നോ? അവനെ തപ്പി ഓടിയതൊക്കെ ഞാൻ കണ്ടതാ. ഇന്ന് വൈകിട്ടാട്ടെ രണ്ടിന്റെയും കല്യാണം ഉറപ്പിക്കുക. മമ്മി, ദേ ഈ ബാഗിന്റെ ഉള്ളിൽ കിടന്നതാ ഒരു ATM കാർഡ്. കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. ബെസ്റ്റ്. ഇതവൻ്റെയാ, കെവിൻ്റെ. ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ചെറുക്കന്. എന്താ മമ്മി, മമ്മി താഴോട്ട് പോകുമ്പോൾ ഇതങ്ങ് ആളെ ഏൽപ്പിച്ചാൽ മതി. വേണ്ട വേണ്ട, കൊണ്ടൊന്നും കൊടുക്കണ്ട. അവന് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത എന്താ? കെവിനും കണക്കാ, കെവിനും കണക്കാ. വേണേ തപ്പി ഇങ്ങോട്ട് വരട്ടെ, അവൻ തന്നെ വന്ന് വാങ്ങിച്ചോളും കേട്ടോ. നീയായിട്ട് കൊണ്ടു കൊടുക്കാനൊന്നും പോകണ്ട, ഞാനും കൊണ്ടു കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ട് തപ്പട്ടെ, എന്നിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ അവൻ. ഇങ്ങോട്ട് വെച്ചേരെ. മോളെന്നാൽ റെസ്റ്റ് എടുത്തോ, മമ്മി താഴോട്ട് പോകും. അവന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ നീ ഇതും കൊണ്ട് താഴോട്ട് വരണ്ട, അവൻ തപ്പി നടക്കട്ടെ, അവൻ വന്ന് വാങ്ങിച്ചോളൂ. നീ കൊണ്ട് കൊടുക്കരുത് കേട്ടോ. ഇല്ല മമ്മി, ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല, ആള് വന്ന് വാങ്ങിച്ചോട്ടെ. എടാ ടെവിനെ, ഒന്ന് എഴുന്നേറ്റേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ കെവിനെ, നിനക്ക് എന്തോ ഇപ്പം എന്നോട് ചോദിക്കാനുള്ളത്? നീയേ നമ്മുടെ ജിയനെ കണ്ടോ? എന്നിട്ട് നിനക്ക് എന്ത് തോന്നുന്നു?
എന്തോ തോന്നാനാ? എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. നിനക്കെന്തെങ്കിലും തോന്നിയോ? തോന്നി, എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാന്ന് തോന്നി. അല്ലേട്ടാ ടിവിനെ? നിങ്ങളുടെ നല്ല മാച്ചല്ലേ? ആ, നല്ല മാച്ച്. എന്നാ ഞാൻ കിടന്നോട്ടെ. ശരി. അപ്പോൾ നിനക്ക് കൊച്ചിനെ പിടിച്ചു. ഇനി ഞാൻ ജിനി മമ്മിയോട് പറയട്ടെ കൊച്ചിനെ പിടിച്ചെന്ന്. പോയി പറ. എന്നിട്ട് നാളെ തന്നെ കെട്ടുകൂടെ നടത്താൻ പറയണേ. ഓ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. ഞാൻ പോയി എല്ലാവരോടും പറയട്ടെ. നിനക്ക് അവിടെ ഇഷ്ടപ്പെടുമോന്നായിരുന്നു ഞങ്ങൾക്ക് ടെൻഷൻ. ഇപ്പോൾ ടെൻഷൻ മാറിയില്ല. ഇനി ഞാൻ ഉറങ്ങിക്കോട്ടെ പ്ലീസ്. എടാ പിള്ളാരെ, എഴുന്നേറ്റ്. ഇവിടെ എന്താ ഇരിപ്പ ഇത്? വന്നേ ഇങ്ങോട്ട്, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. വന്ന ചവിടെ ഞാൻ കിടപ്പാ. വാ വാ. ഇതേ അടുത്തത്. ഓ, ഞാൻ അവിടെ വല്ലതും നിന്നാൽ മതിയായിരുന്നു. ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഒരിത്തിരി പോലും സമാധാനമില്ല. എന്തുവാടാ? ആർക്കാടാ ഇവിടെ സമാധാനക്കേട്? ഞാനാണോ സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ഇവിടെ? ജിനിമമ്മി, നമുക്ക് രണ്ടിനും പുറത്തോട്ട് പോകാം. അവൻ്റെ തലവേദനയാ. അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതെന്തുവാടാ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരേപോലൊരു തലവേദന? സംതിങ് ഫിഷി. വേറെ ആർക്കാ തലവേദന വന്നേ? ജിയമോക്ക്, അവക്കും തലവേദന എടുക്കുന്നെന്നാ പറഞ്ഞ്. ആ കുട്ടിക്ക് തലവേദന വന്നേന് ഞാൻ എന്ത് ചെയ്യാനാ? ഈ നാട്ടിൽ 2 പേർക്ക് ഒന്നിച്ച് തലവേദന വരരുതെന്ന് വല്ല നിയമമുണ്ടോ? ഷെടാ, ഇത് കുറേ നേരമായല്ലോ ആ കുട്ടിയുടെ പേരും പറഞ്ഞ് തുടങ്ങിയിട്ട്. മുമ്പേ കെവിൻ, ഇപ്പം മമ്മി. നിങ്ങൾക്ക് 2 പേർക്ക് എന്തുവാ എൻ്റെ തലവേദന കൂട്ടാതിരിക്കുന്ന? 2 പേരും ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമോ? ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. എൻ്റെ പൊന്നു മോനെ, അമ്മയോട് ക്ഷമിക്ക്. അമ്മ തമാശയ്ക്ക് പറഞ്ഞതാ. സോറി. കുഞ്ഞുറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോ. അമ്മ മോൻ എന്തെങ്കിലും ഗുളികയോ എന്തെങ്കിലും ചൂടുണ്ടാക്കിക്കൊണ്ട് തരാം കേട്ടോ. നീ ഇങ്ങോട്ട് വന്ന ജീവനെ, ഇത് നിന്നോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്കോ നീ. എന്താ ജിനി മമ്മി, എന്തിനാ എന്നെ വിളിച്ചേ? നീ എന്തുവാ അവനോട് ജിയമോളെ പറ്റി പറഞ്ഞത്? സത്യം പറയടാ. ഞാൻ പറയരുതെന്ന് പറഞ്ഞത് എല്ലാം നീ അവനോട് പറഞ്ഞോ? എല്ലാം കുളവാക്കിയോ നീ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. നിന്നോട് ഇതൊക്കെ ആരാടാ ചോദിക്കാൻ പറഞ്ഞേ? അവൻ എന്നിട്ട് എന്തോ പറഞ്ഞേ? അവൻ ഇഷ്ടപ്പെട്ടോ അവളെ? ഇഷ്ടപ്പെടാതെ പിന്നെ അവനോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും തോന്നിയോന്ന്. അവനൊന്നും തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടും നല്ല മാച്ചാന്ന്. അപ്പോൾ പറഞ്ഞു പോയി മമ്മിയോട് പറഞ്ഞു കെട്ട് നാളെ തന്നെ നടത്താൻ. അത്രയും പോരെ? എൻ്റെ പൊന്ന് കെവിനെ, ഇതാണോ നീ പറഞ്ഞേ? ഓ, എടാ അവനെ ഉറക്കച്ചവടിലെങ്ങാണ്ട് പറഞ്ഞതാ. എടാ അവർ രണ്ടും കണ്ടിട്ട് ഇവിടെ എന്തൊരു സിറ്റുവേഷൻ. ജിനി മമ്മി, അത് കാണണ്ട കാഴ്ചയായിരുന്നത്. 2 ആളും കണ്ടപ്പോൾ തൊട്ട് കണ്ണോടും കണ്ണും നോക്കി ഒരേ നിപ്പായിരുന്നേ. അങ്ങോട്ടും മിണ്ടുന്നില്ല ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ഒരേ നിപ്പ്. ഒരു നിപ്പ് കണ്ടാൽ തോന്നും വർഷങ്ങളായി കാണാതിരുന്ന 2 ലവേഴ്സ് കാത്തിരുന്ന് കണ്ടതാണ്. അവൻ പോസ്റ്റ് അടിച്ച് മൂലയ്ക്ക് നിൽക്കുമായിരുന്നു. എൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല 2 എണ്ണം. പിന്നെ ഞാനിടയ്ക്ക് കയറി മിണ്ടി അവർ 2നെയും ഭൂമി കൊണ്ടുവന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ നിപ്പ് അവിടെ നിന്നേനെ. ഓ, രംഗബോധമില്ലാത്ത കോമാളി. എന്തിനാടാ ഇടയ്ക്ക് സംസാരിച്ചത്? ചുമ്മാ അല്ലടാ നീ ഇപ്പോഴും സിംഗിളായിട്ട് നടക്കുന്നത്. ഇവനെയും കൊണ്ട് ഇവനെയാണല്ലോ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. കോമാളിയോ? ഞാനോ? എന്തുവാ ജിനി മമ്മി ഇത്? 2 ആളും ഒന്നും മിണ്ടാതെ നോക്കി നിന്നേം കൊണ്ടല്ലേ ഞാൻ ഇടയിൽ കയറിയത്. എന്നിട്ട് ടെവിൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഞാൻ ജിയയ്ക്കും കൊടുത്തു. നാശമേ, നിന്നോട് ആരാടാ കൊടുക്കാൻ പറഞ്ഞേ? അവര് തമ്മിൽ ആദ്യം കാണുമ്പോൾ ഒന്ന് മിണ്ടട്ടെ എന്ന് വെച്ച് ഞാൻ ചെയ്ത ഐഡിയ ആയ ഈ നാശം പിടിച്ചവനെല്ലാം കുളമാക്കിയല്ലോ. നിനക്ക് ഞാനിന്ന് പച്ചവെള്ളം തരത്തില്ലടാ, പച്ചവെള്ളം. എൻ്റെ ഐഡിയ കൊളവായി എന്നാ തോന്നുന്നേ. നിനക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെന്നാടാ ഞാൻ ഓർത്തത്. ബുദ്ധി ഉണ്ടെന്ന്. ഷേ, ആ പിള്ളേർ തമ്മിൽ നോക്കി നിന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചു. ആ ചെറുക്കൻ കൊടുക്കേണ്ട ഗിഫ്റ്റ് എടുത്ത് നീ കൊടുത്തേക്കുന്നു. ജിനി മമ്മി, ശാന്തയാകൂ ശാന്തയാകൂ. ഞാൻ ചെയ്ത തെറ്റല്ലേ, ഞാൻ തന്നെ മാറ്റാം. 2 പേരെ മിണ്ടിപ്പിച്ചിട്ടേ ഞാനിന്ന് എല്ലാം കുടിക്കത്തുള്ളൂ ഈ വീട്ടിൽ നിന്ന്. അല്ലേലും നീ അവരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് ഞാൻ നിനക്ക് വല്ലതും കഴിക്കാൻ തരത്തുള്ളൂ. അവൻ്റെ ഒരു ബുദ്ധി ഇനി ഉണ്ടോടെ ഇങ്ങനത്തെ ബുദ്ധി? ബെറ്റ ജിനി മമ്മി, ബെറ്റ. കണ്ടോ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അവരെ 2നെ ഒന്നിപ്പിക്കും. എന്നിട്ടേ ഞാൻ ഇന്ന് വെല്ലം കുടിക്കത്തുള്ളൂ. നോക്കിക്കോ.
ഈ ATM കാർഡ് ഞാൻ എവിടെയാ വെച്ചേ? ആ, ഞാൻ എയർപോർട്ടിൽ വെച്ച് ടെവിൻ്റെ കൊടുത്തായിരുന്നു. അവൻ്റെ കാണും. ATM കാർഡ് കൊണ്ടുപോയി പൈസ എടുത്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഞാൻ ടെവിനെ കൊണ്ട് ജീവിക്ക് കൊടുക്കും. ആ, എന്നോടാ കളി ജിനിമമ്മയുടെ. എടാ ടെവിനെ, ഒന്നുകൂടെ എണ്ണീറ്റേടാ. ഒരു കാര്യം ചോദിക്കാനാ, ഒന്ന് എണ്ണീറ്റ്. എൻ്റെ ATM കാർഡ് നിൻ്റെ കയ്യിലുണ്ടോ? ഡാ, ഇത് വലിയ കഷ്ടമായല്ലോ. നിൻ്റെ ATM കാർഡ് എന്തിനാടാ എനിക്ക്? അത് അവിടെ എവിടെയെങ്കിലും കാണും, പോയി തപ്പിയെടുക്കുക. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്, കഷ്ടമുണ്ട്. നിന്റെ കയ്യിലില്ലയോ? എടാ, എയർപോർട്ടിൽ വെച്ച് നീയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്? ഓ ശരിയല്ലേ, ഞാൻ വാങ്ങിച്ചിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. അത് അയ്യോ, ആ കുട്ടിക്ക് കൊടുത്ത ബാഗിൽ ഞാൻ ഇട്ടിരുന്നടാ. അവിടെ കാണും, ആ കുട്ടിയുടെ കാണും. നീ പോയി വാങ്ങിച്ചരടാ. ശരിയടാ. അല്ല, ഞാനിപ്പോൾ അവളുടെ റൂമിൽ പോയി ATM കാർഡ് വാങ്ങിക്കണ്ടല്ലോ. ഇവനെ വിട്ടാ അവിടെ നിന്ന് അവർ സംസാരിച്ചോളൂ. എൻ്റെ പൈസയും ലാഭം. ഐഡിയ. എന്തേ പോന്നില്ലേ? എടാ, പോയി വാങ്ങിക്കടാ. അയ്യടാ, ഞാൻ പോയി വാങ്ങിക്കാനോ? ആ ബാഗിൽ എൻ്റെ ATM കാർഡ് ഇട്ടതാരാ? എൻ്റെ ടെവിൻ മോനല്ലേ? മര്യാദയ്ക്ക് നീ പോയി അത് വാങ്ങിച്ചോണ്ട് എൻ്റെ കൈ കൊണ്ടുത്താ. പോയേ, എണ്ണിക്ക് നീ. പിന്നെ എനിക്കൊന്നും വയ്യ. ഉത്തരവാദിത്വം ഇല്ലാത്ത നിനക്കാ. എൻ്റെ തന്നാൽ അത് തിരിച്ചു വാങ്ങിയ ഉത്തരവാദിത്വം നിനക്കല്ലേ? അപ്പോൾ നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത നീ പോയി വാങ്ങിച്ചാൽ മതി. പറ്റില്ല. മര്യാദയ്ക്ക് നീ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. നീ പോയില്ലെങ്കിൽ നീ ലണ്ടനിൽ പാർട്ടിക്കൊക്കെ പോകുന്ന ഞാൻ മമ്മിയോടും പപ്പയോടും പറഞ്ഞു കൊടുക്കും. ഓ, ഭീഷണിയാണോ? നീ പോയി പറഞ്ഞു കൊടുക്കടാ. പാർട്ടിക്ക് പോയതിനിപ്പോൾ എന്താ? പപ്പയും മമ്മിയും ഉള്ളപ്പോഴും ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു, അവരും വരുമായിരുന്നു. അതിനിപ്പോൾ എന്താ? നീ പോയി പറഞ്ഞു കൊടുക്കുക, എനിക്ക് പേടിയൊന്നുമില്ല. നീ പാർട്ടിക്ക് പോകുന്നത് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ നീ രണ്ടെണ്ണം അടിക്കുന്ന കാര്യം ഇവിടെ അറിയത്തില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ പോയി ATM കാർഡ് വാങ്ങിച്ച് എൻ്റെ കൈ കൊണ്ട് തന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ എങ്ങനെ ഡീല്? എൻ്റെ പൊന്നോ, ചതിക്കല്ലേടാ. നിനക്കിതിന് എന്ത് സുഖമൊക്കെ ഇവനെ കിട്ടുന്നേ? അമ്മയോടൊന്നും പറയല്ലേ. ഞാൻ നിൻ്റെ കാർഡ് എടുത്തുകൊണ്ട് തരാം, നീ ഇവിടെ ഇരുന്നോ. അയ്യോ എൻ്റെ കർത്താവേ, എനിക്ക് ഏത് നേരത്താണോ ആ കാർഡ് ആ ബാഗിലിടാൻ തോന്നിയത്. അങ്ങനെ വഴിക്ക് വാ. അപ്പോൾ എഴുന്നേക്ക്, പോയി എടുത്തോണ്ട് വാ. മര്യാദയ്ക്ക് പോയി എടുത്തോണ്ട് വന്ന് എൻ്റെ കൈത്താ. പിന്നെ ആ കൊച്ചിനോട് എന്തെങ്കിലും സംസാരിക്കണേടാ, പാവമല്ലേ, നീ മിണ്ടാതിരിക്കല്ലേ. ഉത്തരവ് പോലെ എല്ലാം ഞാൻ അനുസരിച്ചേക്കാം. അവൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓ, ആ എൻ്റെ കാല്. ആരാലച്ചേ? എന്താ ഒരു ശബ്ദം? റൂമിൽ ആരോ ഉണ്ടല്ലോ. ആരാ? എന്തോ എൻ്റെ കാലെ കുത്തിയത്? ഇതെന്തേ കിടക്കുന്നത്? വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം. തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യ, വിരഹാർദ്രയായ സന്ധ്യ. ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടും മോഹം. ഈ കമല് കുട്ടിയുടെയാണോ? എന്താ ഈ കുട്ടിയൊന്നും മിണ്ടാത്തേ? ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഹേ ജിയെ, ഹേ
എന്താ ചോദിച്ചേ? കേട്ടില്ല. അതാ എനിക്ക് മനസ്സിലായി ഒന്നും കേട്ടില്ലെന്ന്. എന്തോ ചിന്തിച്ചിരിക്കുക ആള്. അതെ, ഈ കമ്മല് കുട്ടിയുടെ ആണോന്ന്. ആ അതെ, ഇത് എൻ്റെ കമ്മല. ഇത് ഇവിടുന്ന് കിട്ടി. ദാ പിടിച്ചോ കമ്മല്. അതെ, ഈ കമ്മലെന്ന് പറഞ്ഞാലേ കാതിനകത്ത് ഇടാനാ, അല്ലാതെ തറയെ വലിച്ചെറിയരുത്. ഈ കമ്മല് ഞാൻ തേടിപ്പോയതല്ല, ഈ കമ്മൽ എന്നെ തേടി വന്നത്. എൻ്റെ കാലെ കൊണ്ടു ഞാൻ കുട്ടിയെ അന്വേഷിച്ചു വന്നതാ. അയ്യോ സോറി. എന്തെങ്കിലും പറ്റിയോ കാലിന്? ഞാനിവിടെയൊക്കെ അടുക്കി വെക്കുമായിരുന്നു. എന്നിട്ട് ക്ഷീണം കൂടെ ഞാൻ ഉറങ്ങിപ്പോയി. ഇനി കമ്മല് വീണ കണ്ടില്ല. സോറി. ഏയ്, കുട്ടി സോറി ഒന്നും പറയണ്ട. ഞാനും ശ്രദ്ധിക്കാതെ നടന്നു വന്നേ. അതാ കാല ജസ്റ്റ് ഒന്ന് കൊണ്ടു, അത്രേ ഉള്ളൂ. കഥകി ഇങ്ങനെ തുറന്നിട്ടിട്ടാണോ കിടന്നുറങ്ങുന്നേ? സാധാരണ വീട്ടിൽ ഞാനും ജിനിമമ്മയും യൂണിപ്പപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട്. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, പേടിക്കണ്ട. പിന്നെ കുട്ടിയുടെ കയ്യിൽ തന്നല്ലേ ഒരു ബാഗ്, അതിൽ നിന്നൊരു ATM കാർഡ് കിട്ടിയിരുന്നോ? പൂവ് കിട്ടിയായിരുന്നു. ജിനിമമ്മി പറഞ്ഞായിരുന്നു ഇതിൻ്റെ ആള് വന്നാൽ മാത്രമേ തരാവൂന്ന്. ഇതാ. ഓ, താങ്ക് യു സോ മച്ച്. പിന്നെ ജിക്ക് തലവേദന എങ്ങനെയുണ്ട്? മമ്മി പറഞ്ഞിരുന്നു തലവേദന ഉണ്ടെന്ന്. ഇപ്പം കുറവുണ്ടോ? ഇപ്പം കുറവുണ്ട്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അതങ്ങ് മാറി. ഈ കുട്ടിയെ കാണുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. ആള് അങ്ങനെ എപ്പോഴും ചിരിക്കാറില്ല. പക്ഷേ ചിരിക്കുമ്പോൾ കാണുന്ന ആ മുയിലം പല്ലും ആ ഉണ്ട കണ്ണും എല്ലാം കൂടെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ കുട്ടിയെ കിട്ടുന്ന ആൾ എന്തായാലും വളരെ ലക്കിയാ. കാരണം ഇന്നും ഈ ക്യൂട്ട് ഫേസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. ഞാൻ എന്താ ഈ കുട്ടിയെ നേരത്തെ കാണാതിരുന്നേ? ഞാൻ എത്ര വട്ടം നാട്ടിൽ വന്നു, എന്നിട്ടും ഈ കുട്ടിയെ മാത്രം ഞാൻ കണ്ടിട്ടുമില്ല. വീട്ടിൽ ഞാൻ എത്ര വട്ടം മമ്മിയെ വിളിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചില്ലല്ലോ. ഇവിടെ കെട്ടുന്ന ആരാണേലും ഈ കുട്ടിയെ സന്തോഷത്തോടെ നോക്കിയാൽ മതിയായിരുന്നു. എപ്പോഴും ഈ ചിരിയും ആ മുഖത്ത് വേണം. കെവിൻ പറഞ്ഞ പോലെ നല്ലൊരു സുന്ദരി കുട്ടി.